ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറഞ്ഞ ചിലവിൽ മനോഹരമായ ഒരു ആമ്പൽക്കുളം നമുക്ക് തന്നെ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. ആദ്യമായി നല്ല സൂര്യപ്രകാശം കിട്ടുന്നതും അതുപോലെ വ്യൂ കിട്ടുന്നതുമായ ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തണം. ഞങ്ങൾ വീടിൻ്റെ മെയിൻ ഗേറ്റിനോട് ചേർന്നാണ് ഈ ആമ്പൽക്കുളം സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനായി 4 ടയറുകൾ ഒന്നിനു മുകളിൽ ഒന്നായി എടുത്തു വച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് സിമൻറ്റിൻ്റെ ഈ പോട്ട് വെച്ചിട്ടുള്ളത്. ഇതിലാണ് നമ്മൾ ആമ്പൽ നട്ടുപിടിപ്പിക്കാൻ പോകുന്നത്. അതിനായി ഞങ്ങൾ എടുത്തിട്ടുള്ളത് പാടത്തു നിന്ന് കിട്ടുന്ന ചേറും മണലും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആമ്പൽ തൈ മാറ്റാം. അതിനായി ആമ്പൽ ഞങ്ങളൊരു നഴ്സറിയിൽ നിന്ന് കുറച്ച് മുന്നേ വാങ്ങിക്കൊടുന്നതാണ്. വാങ്ങിക്കൊടുന്ന സമയത്ത് തന്നെ ചെറിയൊരു മൊട്ടുണ്ടായിരുന്നു. ഒരു പ്ലാസ്റ്റിക് പോട്ടിലാണ് ഇത് ഇരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് സിമൻറ്റിൻ്റെ ഈ പോട്ടിലേക്ക് മാറ്റാം. പോട്ടിൻ്റെ നടുവിലായിട്ടാണ് ആമ്പൽ തൈ നടാൻ പോകുന്നത്. നടാൻ പോകുന്ന ഭാഗത്ത് കൂടുതൽ ചാണകപ്പൊടി ഇടുന്നത് നല്ലതാണ്. ഉണക്ക ചാണകപ്പൊടി ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം നിറക്കുമ്പോൾ ആമ്പൽ തൈ ഇളകി വീഴാതിരിക്കുന്നതിനായി നട്ടതിന് ശേഷം തൈ കൈകൊണ്ട് നന്നായി അമർത്തി ഉറപ്പിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ഒരു സൈഡിൽ നിന്നും നമുക്ക് സാവധാനം വെള്ളം നിറച്ചു കൊടുക്കാം. ഓസ് ഉപയോഗിച്ചിട്ടാണ് വെള്ളം നിറച്ചു കൊടുക്കുന്നത്. ഇലകളുടെ എല്ലാ ഭാഗവും വെള്ളത്തിൽ തട്ടി നിൽക്കുന്ന അത്രയും വെള്ളം നിറക്കണം. കുറച്ച് സമയത്തേക്ക് വെള്ളം കലങ്ങിയിട്ടാവും കാണുക. അത് സാവധാനം തെളിഞ്ഞു വന്നോളും. ഇത്രയും ആകുമ്പോഴേക്കും നമ്മുടെ ആമ്പൽക്കുളം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് പോട്ടും ടയറും ഒന്ന് പെയിൻ്റ് അടിച്ച് മനോഹരമാക്കാം. അതിനായി ഞങ്ങളിവിടെ ചുവന്ന പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാം. രണ്ട് ദിവസം കഴിഞ്ഞതിനു ശേഷം ഞങ്ങളിതിലേക്ക് കുറച്ച് ഗപ്പി ഫിഷിനെ ഇട്ടു. ഇങ്ങനെ ഗപ്പികളെ ഇടുന്നത് കൊണ്ട് ആമ്പൽക്കുളത്തിന് കൂടുതൽ ഭംഗിയും കൂട്ടും. അതുപോലെ കൊതുകുകൾ വളരാതിരിക്കാനും സഹായകരമാവും. ആമ്പൽക്കുളം ഇതുപോലെ തറനിരപ്പിൽ നിന്നും ഉയർത്തി ഉണ്ടാക്കിയാൽ തവളകളുടെ ശല്യവും ഒരു പരിധി വരെ കുറക്കാൻ സാധിക്കും. ആമ്പൽ തൈ പോട്ടിലേക്ക് മാറ്റി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും കൊണ്ടുവന്നപ്പോഴുണ്ടായിരുന്ന മൊട്ടുകളെല്ലാം വിരിഞ്ഞ് നല്ല മനോഹരമായ പൂക്കളായി മാറിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻസിലൂടെ അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്